നിങ്ങൾക്കെല്ലാവർക്കും ഗ്രീൻ ലൈഫ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അർഷാദ്. കൊല്ലം ഡിസ്ട്രിക്റ്റിലെ കാരിച്ചിറ എന്ന എൻ്റെ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എനിക്കൊരു ചെറിയൊരു മിക്സ്ഡ് ഫാമുണ്ട്. അപ്പം ഞാൻ ഈ ഗ്രീൻ ലൈഫ് എന്ന ചാനൽ തുടങ്ങിയിട്ട് അതിൻ്റെ അകത്തൊരു വീഡിയോ എൻ്റെ ഫാമിനെക്കുറിച്ചും എൻ്റെ ഫാമിൽ എന്തൊക്കെ അനിമൽസ് ഉണ്ട് എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും ലഭിക്കുന്നതാണ്. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ബാർബറി ആടുകളെ പരിചയപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ബാർബറി ആടിൻ്റെ പ്രത്യേകതകൾ, അതുപോലെ തന്നെ നമ്മൾ പോയി ബാർബറി ആടിനെ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ഇതിൻ്റെ പാലുൽപാദനം, എല്ലാ ഡീറ്റെയിൽസും നല്ല കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഗ്രീൻ ലൈഫ് എന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നിങ്ങൾക്ക് ഒരു യുവകർഷകനാകാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മൊബൈൽ നമ്പർ താഴെ തരുന്നതാണ്. അതുമായിട്ട് കോൺടാക്റ്റ് ചെയ്തും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പം പ്രത്യേകമായിട്ട് ഒരു കാര്യം ഓർത്തിരിക്കുക, കേരളത്തിലധികം ബാർബറി ആടുകൾ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഇത് കൂടുതലായിട്ട് UP MP അങ്ങനെയുള്ള സ്ഥലത്ത്, കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റിലാണ് കൂടുതലായിട്ടും ഇതിനെ വളർത്തുന്നത്. പിന്നെ വലിയ ഫാമുകളിലൊക്കെ നമുക്ക് ഈ ബാർബറി ആടിനെ ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് ഈ ബാർബറി ആട് 2 പ്രാവശ്യം വർഷത്തിൽ നമുക്ക് പ്രസവിക്കുന്നതാണ്. ഏകദേശം 2 അല്ലെങ്കിൽ 2-ലധികം കുട്ടികൾ ഒരേ പ്രസവത്തിൽ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ നല്ല ഒരു ചെറിയ ബ്രീഡാണ് ഇത്. വീട്ടിൽ നമുക്ക് സാധാ ആടിനെ വളർത്തുന്നത് പോലെ തന്നെ നമുക്ക് ഇതിനെ വളർത്താൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ തീറ്റ ഏകദേശം 300 ഗ്രാം മുതൽ 300 ഗ്രാം സംതിങ് ആണ് ഒരു ബാർബറി ആടിന് ഒരു ദിവസം കൊടുക്കേണ്ടത്. അപ്പം ഇതിൻ്റെ സൈസ് അനുസരിച്ച് ഇതിൻ്റെ തീറ്റയ്ക്ക് വേരിയേഷൻ വരും, കുറച്ച് കൂടുതലും കുറവും ഒക്കെ വരും. പിന്നെ ഇതിനെ മേയ്ക്കാൻ പ്രത്യേകിച്ച് സ്ഥലത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. സാധാ കൂട്ടിലിട്ട് നമുക്ക് സാധാ ആടിനെ വളർത്തുന്നത് പോലെ തന്നെ വളർത്താൻ സാധിക്കുന്നതാണ്. പിന്നെ ഇത് ഒറിജിനൽ ബാർബറി ആടാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കുറച്ച് പ്രത്യേകതകളുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കേസ്, ഇതിൻ്റെ ചെവി മുകളിലേക്ക് നീണ്ടിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ കൊമ്പ് മുകളിലേക്ക് നീണ്ടിരിക്കും. അപ്പോൾ ചെവി, കൊമ്പ് ഇത് മുകളിലേക്ക് നീണ്ടിരിക്കുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ സ്കിന്ന് കലമാൻ്റെ സ്കിന്ന് പോലെയാണ്. അപ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, കലമാൻ്റെ സ്കിന്ന് പോലെയാണ് ബാർബറി ആടിൻ്റെ സ്കിന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പുറകുവശത്തുള്ള സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നേർത്ത സ്കിന്നാണ്. അതുപോലെ തന്നെ ചെവിയുടെ നീളം വളരെ കുറവാണ്. അതുപോലെ തന്നെ ഈ ആട്, ബാർബറി ആടിനെ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രത്യേകതകളെല്ലാം നിങ്ങൾ നോക്കിയതിന് ശേഷം വാങ്ങുക. ഒരിക്കലും തെറ്റ് പറ്റരുത്. പിന്നെ നമുക്കിത് 6-7 വർഷം ഇതിനെ വളർത്താൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാനും അതിനുശേഷം മീറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. മീറ്റിംഗ് പർപ്പസിനും മീറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിന് ഏകദേശം പാലുൽപാദനം 1.5 മുതൽ 2 ലിറ്റർ വരെ നമുക്ക് പാൽ ലഭിക്കുന്നതാണ്. 14 മാസത്തിൽ ഇതിൻ്റെ ബോഡി വെയ്റ്റ് ഏകദേശം 25 കിലോയ്ക്ക് മുകളിൽ പോകും. അപ്പോൾ നല്ല വെയ്റ്റ് വെക്കുന്ന കുഞ്ഞുങ്ങളാണ് ബാർബറി ആടുകൾ. അപ്പം ഇത് മേറ്റിംഗ് പർപ്പസിനും മീറ്റ് പർപ്പസിനും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മലബാറി ആടുകളെ പോലെ തന്നെ നല്ല രോഗപ്രതിരോധ ശേഷി ബാർബറി ആടുകൾക്കും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കോൺടാക്റ്റ് നമ്പറിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസ്തയോടുകൂടി കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല, ഗ്രീൻ ലൈഫ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ. കാരണം ഇതുപോലെയുള്ള നല്ല വീഡിയോസ് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതുമാണ്. അപ്പം ഈ വീഡിയോയിൽ ഞാൻ ബാർബറി ആടുകളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോകളിലൂടെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.